നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ പ്രയോജനമൊന്നും ഉണ്ടാക്കാത്ത ചില കാര്യങ്ങളൊക്കെ ഇല്ലേ, വെറുതെ സമയം കളയുന്ന അങ്ങനെയുള്ള ഏതൊരു കാര്യവും തുടങ്ങാൻ വലിയ പാടൊന്നുമില്ല, ശരിയല്ലേ? ഒരു സിനിമ കാണാനോ വെറുതെ റീൽസൊക്കെ സ്ക്രോൾ ചെയ്യാനോ ഫ്രണ്ട്സും ഒത്ത് കറങ്ങി നടക്കാനോ ഒന്ന് കൂടാനും അങ്ങനെ വെറുതെ ഇരുന്ന് സമയം കളയുന്ന ഏതൊരു കാര്യവും എപ്പോൾ വിചാരിക്കുന്നോ ആ നിമിഷം നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ശരിയല്ലേ? അതിനൊരു പ്ലാനിങ്ങും വേണ്ട, ഒരു ഓവർ തിങ്കിങ്ങും വേണ്ട, ഒന്നും വേണ്ട. എന്നാൽ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാക്കുന്ന, നമ്മുടെ ഭാവിക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണമെങ്കിലോ അവിടെയാണ് യഥാർത്ഥ കൺഫ്യൂഷൻ തുടങ്ങുന്നത്. ഒരു പുതിയ സ്കില്ല് പഠിക്കണം, ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് മാറണം, കരിയറിലൊരു പുതിയ ചുവടുവയ്പ് നടത്തണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വരുമ്പോൾ തുടങ്ങണം, തുടങ്ങാം, സമയമുണ്ടല്ലോ എന്ന് നമ്മൾ 100 വട്ടം പറയും. നാളെ ആവട്ടെ, പിന്നെ ആവട്ടെ, അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നു പോകും. പക്ഷേ ആ ആദ്യത്തെ ചുവട് വയ്ക്കാൻ വലിയൊരു ബുദ്ധിമുട്ടാണ്. ഒരുപാട് ആലോചിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ച് ഒടുവിൽ ആ സമയം മുഴുവൻ നമ്മൾ വേസ്റ്റാക്കി കളയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കാരണം വെറുതെ ഇരിക്കാൻ നമ്മുടെ തലച്ചോറിന് വലിയ അധ്വാനമൊന്നും വേണ്ട. എന്നാൽ ജീവിതം മാറ്റുന്ന ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. ആ ഒരു തുടക്കം മാത്രമാണ് ഏറ്റവും വലിയ പ്രയാസം. അതുതന്നെയാണ് ഏറ്റവും വലിയ ടാസ്ക്. നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, നമുക്ക് ആ കാര്യത്തോട് ഇൻട്രസ്റ്റോട് കൂടി അത് ചെയ്യാൻ നമ്മൾ ആലോചിക്കണം, ആലോചിച്ച് പ്രവർത്തിച്ച് തുടങ്ങണം. ഒരു കാര്യം ചെയ്യാൻ 100% പെർഫെക്റ്റായ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കരുത്. കാരണം അങ്ങനൊരു സമയം ഒരിക്കലും വരില്ല, അങ്ങനെയൊന്നുമില്ല. ഒരു കാര്യം ഓർക്കണം, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് തുടക്കത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് നമ്മൾ വയ്ക്കുന്ന ആദ്യത്തെ ചുവടാണ് നാളത്തെ നമ്മുടെ വിജയം. അപ്പോൾ മനസ്സിലായല്ലോ, നമ്മൾ മടി പിടിച്ചു മാറ്റി വയ്ക്കുന്ന ആ കുറേ കാര്യങ്ങളില്ലേ, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും ഒരുപക്ഷെ അതൊക്കെ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി പറയണം, ഇൻബോക്സിലല്ല, കമൻറ്റായി പറയണം. ഓക്കെ, അപ്പോൾ ശരി, ബൈ.